സ്കിന്ന് പോലെ ഇരിക്കും, ബട്ട് സ്കിന്നെക്കാട്ടും ബെറ്റർ ആയി. ഞാൻ എൻ്റെ സീക്രട്സ് ഒക്കെ പറഞ്ഞു തരാണ്. ഹായ് എവ്രിവൺ, ഞാൻ ചിന്മയി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പുതിയ ടോപ്പിക് ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കറണ്ട് ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഐറ്റംസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. ഞാൻ കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഇത്. സോ എൻ്റെ അറ്റ്മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. എൻ്റെ മേക്കപ്പ് കിറ്റിൽ ഞാൻ ഈ സാധനങ്ങൾ തന്നെയാണ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇഫ് അറ്റ് ഓൾ ഐ വെയർ ടു ബൈ ഈ ഐറ്റംസ് അഗൈൻ, ഐ വുഡ് ഡെഫിനറ്റ്ലി ബൈ. ഒന്നും ആലോചിക്കാതെ ഞാൻ വാങ്ങിക്കുന്ന, എനിക്ക് ഷ്യൂരിറ്റി ഉള്ള ഈ സാധനത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ദിസ് ഇൻക്ലൂഡ്സ് നമ്മളെ സ്കിൻ കെയർ ഐറ്റംസ് കുറച്ചുണ്ട്, ആൻഡ് ഹെയർ കെയർ, ബോഡി കെയർ ഐറ്റംസ് ഉണ്ട്, പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഉണ്ട്. സോ വിതൗട്ട് ഫർദർ അഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ ഐറ്റം ആണ്. ആൻഡ് ഇത് എന്നെ ഈ വിന്ററിലും ഈ സമ്മറിലും എന്നെ എൻ്റെ സ്കിന്നിനെ രക്ഷിച്ച ഒരു സംഭവമാണ്. സോ ദിസ് ഇസ് ദി ന്യൂട്രിജീന ഹൈഡ്രോ ബൂസ്റ്റ് വാട്ടർ ജെൽ, അക്വാ ജെൽ. ഇതിന്റെ വേറെയും വേരിയൻസ് ഉണ്ട്, ബട്ട് ഇത് അക്വാ ജെൽ എന്നുള്ള ആ ഒരു വേരിയന്റ് ആണ്. ഇത് നല്ലൊരു ജെൽ ടെക്സ്ചർ ആണ്. നമ്മള് പോൺസിന്റെ ജെൽ മോയ്സ്ചറൈസറിലെ അതേ ടെക്സ്ചർ ആണ്. ബട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ സ്കിന്നിനെ നല്ല അകത്തുനിന്ന് ഇങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും, ആൻഡ് കുറെ നേരത്തേക്ക് ആ ഹൈഡ്രേഷൻ അത് റീറ്റെയിൻ ചെയ്യും. സോ ഇത് നമ്മൾ ജസ്റ്റ് ഇതൊരു ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്താൽ അത് അങ്ങനെ തന്നെ നല്ല മോയ്സ്ചറൈസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്കിന്നെ വെക്കും. സോ നിങ്ങൾക്ക് അഥവാ ഡ്രൈ സ്കിന്നുള്ള ആളാണെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നല്ലൊരു ഇന്റേണൽ ഹൈഡ്രേഷൻ കിട്ടുന്ന ഒരു സംഭവമാണ്. ആൻഡ് ഡ്രൈ പാച്ചസ് അങ്ങനത്തെ സംഭവമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ വെരി ഗുഡ് മോയ്സ്ചറൈസർ. ഇതേപോലെ തന്നെ പോൺസിന്റെയും ജെൽ മോയ്സ്ചറൈസർ ഉണ്ട്. ടെക്സ്ചർ എവറിഥിങ് ഇസ് സിമിലർ ടു ദിസ്. പക്ഷെ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ നമ്മൾ സ്കിൻ ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ സ്കിൻ ഇങ്ങനെ വലിയും, അങ്ങനെ ഒരു ഫീലിംഗ് വരും. ബട്ട് ഇതിൽ അങ്ങനെയല്ല. സോ ഇത് ആക്ച്വലി മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ ഐ റിയലി ലൈക്ക് ദിസ് മോയ്സ്ചറൈസർ. കുറച്ച് കോസ്റ്റ്ലി ആണ്, ബട്ട് ഇറ്റ് ഈസ് വെൽ വർത്ത് ദ പ്രൈസ്. സോ നെക്സ്റ്റ് ഒരു ബോഡി കെയർ ഐറ്റം ആണ്. ഇത് നെയിൽ പോളിഷ് റിമൂവർ ആണ്. സോ ഇതിൽ 30 വൈപ്സ് ഉണ്ട്. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെതാണ്. ഇത് വളരെ എത്രയോ 30 rupees അങ്ങനെ എന്തോ ഉള്ളൂ. ഇതിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഷീറ്റ്, നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാനുള്ള നെയിൽ പോളിഷ് റിമൂവർ കൊണ്ട് സോക്ക് ചെയ്ത ഒരു ഷീറ്റ് ഉണ്ടാവും. ഈ ഷീറ്റിനെ നമ്മൾ ഒരു ഷീറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ 10 ഫിംഗേഴ്സിന്റെ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ പറ്റും. ആൻഡ് നോർമലി നമ്മൾ നെയിൽ പോളിഷ് റിമൂവേഴ്സ് ഇല്ലേ, അതിനെ നമ്മൾ യൂസ് ചെയ്താൽ ഫുൾ ഒരു ഡ്രൈ ഫീലിംഗ് അല്ലേ. ഇത് ആ ഫീലിംഗ് തീരെ തരില്ല. നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് തരുന്നത്. സോ ദാറ്റ്സ് വൈ ഇത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇത് ഡെഫിനറ്റ്ലി ഞാൻ എപ്പോഴും ഇത് തന്നെ വാങ്ങുള്ളൂ. ഐ ഡെഫിനറ്റ്ലി ബി റീപർച്ചേസിങ് ദിസ്. സോ നെക്സ്റ്റ് ഒരു ബോഡി കെയർ ഐറ്റം ആണ്. ഇത് ബോഡി ഷോപ്പിന്റെ ഷുഗർ ബോഡി സ്ക്രബ് ആണ്, ഇൻ ദ വേരിയന്റ് ലവ് ആൻഡ് പ്ലംസ്. ഇതിന്റെ കളർ ഞാൻ കാണിച്ചു തരാം. ഇതൊരു റിയലി നൈസ് പേർപ്പിൾ കളർ ആണ്. ആൻഡ് ഇതിന്റെ മണം അടിപൊളി മണമാണ്. നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡേ ആ ബാത്റൂമിൽ അതേ സ്മെല്ലായിരിക്കും. സോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മണമാണ്. സോ ജസ്റ്റ് നിങ്ങൾ അഥവാ ബോഡി ഷോപ്പിൽ പോവാണെങ്കിൽ ഇതൊന്നും മണത്ത് നോക്കുക. നല്ല സൂപ്പർ സ്മെല്ലാണ്. ഇതേപോലത്തെ വേറൊരു ഐറ്റം നമ്മളെ പ്ലം ബോഡി ലവിങ്ങിൻ്റെതും വാനിലേന്റെ ഷുഗർ സ്ക്രബ് ഉണ്ട്. യു ക്യാൻ കമ്പയർ ഇറ്റ് വിത്ത് ദാറ്റ്. അതും ഇതും ഒരേപോലെ തന്നെയാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എൻ്റെ എല്ലാ ഡെഡ് സ്കിൻ സെൽസും പോവും. സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. നമുക്കിത് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇഫ് യു ഹാവ് ദി എസെൻഷ്യൽ ഓയിൽസ്, ഷുഗർ ആൻഡ് കുറച്ച് വെള്ളം എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കി യൂസ് ചെയ്യാം. ബട്ട് ദിസ് പ്രൊഡക്റ്റ് വളരെ നല്ലതാണ്. സോ നെക്സ്റ്റ് ഞാൻ എൻ്റെ ഹെയർ കെയർ ഫേവറേറ്റ് ആണ് പറയാൻ പോകുന്നത്. സോ ദിസ് ഇസ് എ കണ്ടീഷണർ ഫ്രം ലോറിയൽ. ഇത് അവര് അബ്സല്യൂട്ട് റിപ്പയർ റേഞ്ചിലുള്ള ഒരു മാസ്ക് ആണ്. സോ ഹെയർ മാസ്ക് ആണ്, ബട്ട് ഞാൻ ഇതിനെ കണ്ടീഷണർ ആയിട്ടാണ് യൂസ് ചെയ്യുക. ബിക്കോസ് എൻ്റെ നല്ല ഫ്രിസി ആയിട്ടുള്ള മുടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ മാസ്കിനെയാണ് ഞാൻ കണ്ടീഷണർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, ആൻഡ് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റും നമുക്ക് മുടിയിൽ. ദിസ് ഇസ് സംതിങ് വിച്ച് ഐ റിയലി ലൈക്ക്. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ലോറിയലിന്റെ പ്രിംറോസ് ഓയിൽ എന്ന ഒരു ലീവ് ഇൻ സിറം ആണ്. സോ ഇത് ഒരു നൈസ് തിക്ക് സിറമാണ്. തിക്ക് ഹെയർ അല്ലെങ്കിൽ കേർലി ഫ്രിസി ആയിട്ടുള്ള മുടിയാണെങ്കിൽ ഇത് എന്തായാലും നല്ലതായിരിക്കും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മുടി കുറച്ച് നേരത്തേക്ക് ഒരു സിൽക്കി ആയിട്ട് നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ നല്ല ഫ്രിസി ആയിട്ടുള്ള മുടിയാണ്. ഈ പ്രോഡക്റ്റ് ഞാൻ ഇന്ന് അപ്ലൈ ചെയ്താൽ നാളെ വരെ എന്റെ മുടി നന്നായിട്ട് നിൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഇന്ന് ഞാനിപ്പോൾ അപ്ലൈ ചെയ്ത ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് ഒതുങ്ങി നല്ല
സൂപ്പറായിട്ട് നിൽക്കും. എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ഇനി റീപർച്ചേസ് ചെയ്യുമോ പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ വേറെയും പ്രൊഡക്ട്സ് ട്രൈ ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സോ നൗ വി ആർ മൂവിങ് ഓൺ ടു മൈ മേക്കപ്പ് ഫേവറേറ്റ്സ്. അപ്പം എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു ലിപ് ബാം ആണ്. ഇത് ബേർഡ്സ് ബീസ് ലിപ് ബാം ആണ്. ഇത് പോമോഗ്രാനൈറ്റ് വേരിയന്റിലാണ്. ഇത് സ്പെസിഫിക്കലി ഞാൻ പിക്ക് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇത് നല്ല മോയ്സ്ചറൈസിങ് ആണ്. വിന്ററിലും കൂടി ഇത് നമ്മളെ ലിപ്സിന്, എനിക്ക് ഈ വിന്ററിൽ ക്രാക്ക് ലിപ്സ് ഫേസേ ചെയ്തിട്ടില്ല. സോ അങ്ങനെ അത്രയും നല്ലൊരു മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു ലിപ് ബാം ആണ്. ഈ വാസ്ലിൻ ഒക്കെ ആകുമ്പോൾ അതൊരു മേലെ ഒരു ലെയർ ഉണ്ടാക്കും എന്നല്ലാണ്ട് അത് അകത്തേക്ക് ഇങ്ങനെ മോയ്സ്ചറൈസേഷൻ കൊടുക്കുന്നില്ല. ബട്ട് ദിസ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇത് നല്ലൊരു ഡീപ്പ് മോയ്സ്ചറൈസിങ് ലിപ് ബാം ആണ്. ഇതാ ഈ ലിപ് ബാമിൽ കളർ ഉണ്ട്, ബട്ട് അത് നമ്മൾ ലിപ്പിന് അങ്ങനെ ടിന്റ് ഒന്നും തരില്ല. നെക്സ്റ്റ് അപ്പ് ഇസ് ഓൾസോ ലിപ് പ്രോഡക്റ്റ്. സോ ഇത് 2 ലിപ്സ്റ്റിക്സ് ആണ് ഫ്രം ദ മേബിലിൻ സൂപ്പർ സ്റ്റേ റേഞ്ച്. ഇത് വളരെ നല്ല ഒരു റേഞ്ച് ആണ് മേബിലിന്റെ. ഇതിന്റെ മുമ്പത്തെ വേർഷൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി സ്റ്റിക്കി ആയിട്ട് നമ്മളെ ലിപ്സിന്റെ ഇങ്ങനെ ഒട്ടുന്ന ഒരു രീതിയിലുള്ള ഫോർമുലേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പിന്നെ ഒന്നുകൂടി വാങ്ങി, അതിന്റെ ഫോർമുലേഷൻ മാറിയിട്ടുണ്ടെന്ന് കേട്ടിട്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്തപ്പോഴും എനിക്കും തോന്നി അതിന്റെ ഫോർമുലേഷൻ മാറിയിട്ടുണ്ട്. അത്ര സ്റ്റിക്കി അല്ല. ഒരു സ്റ്റാർട്ടിങ് 5 minutes ആ സ്റ്റിക്കിനെസ് ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞാൽ ആ സ്റ്റിക്കിനെസ് തീരെ തോന്നുന്നില്ല. പിന്നെ മുമ്പത്തെ അത്ര ഡ്രൈയിങ്ങും അല്ല. ഈ ലിപ്സ്റ്റിക്കിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഫുൾ ഡേ നമ്മൾ ലിപ്പുമ്മൽ ഉണ്ടാവും. ഹെവി ഓയിൽ ഉള്ള ഫുഡ് കഴിച്ചാൽ മാത്രമേ ഈ ലിപ്സ്റ്റിക്ക് കുറച്ച് പോവുള്ളൂ. അതും ഈ സെന്റർ ഏരിയ നിന്ന് പോവും, പുറത്തുണ്ടാവും, ഒരു ടിൻറ്റും ഉണ്ടാവും. സോ ദാറ്റ് ഈസ് ഓക്കെ. ആൻഡ് ഇതിൽ എനിക്ക് 2 ഫേവറേറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഒന്ന് ആമസോണിയൻ ആണ്. ഇത് നല്ലൊരു ന്യൂഡ്, ഒരു ഓറഞ്ചി ന്യൂഡ് കളർ ആണ്. ഈ ലിപ്സ്റ്റിക് ഒരു നല്ല ബേസ് ലിപ്സ്റ്റിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ അടുത്ത് വേറെ ഏതെങ്കിലും ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിലും ഈ ലിപ്സ്റ്റിക്കിനെ ആദ്യം ഇട്ടിട്ട് ആ ലൈക്ക് വേറെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിനെ നമുക്ക് അതിന്റെ മേലെ ഡാബ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു നൈസ് കളർ കിട്ടും. സോ ഐ റിയലി ലൈക്ക് ദിസ് ലിപ്സ്റ്റിക്. ആൻഡ് ദ നെക്സ്റ്റ് ഷെയ്ഡ് ഇസ് റൂലർ. ഇതൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ഇങ്ങനെ മുഖത്തടിക്കാത്ത പോലത്തെ ഒരു പിങ്ക് ഷെയ്ഡാണ്. സോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. സോ ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇസ് എ ഫേസ് പ്രോഡക്റ്റ്. ആൻഡ് ഇത് ഇതിന്റെ കോലം കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഇതൊക്കെ പൊട്ടി, ഇവിടെ പൊട്ടി ക്രാക്കായി അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ഇതാ ഞാൻ എത്ര ഉപയോഗിച്ചു ചോദിച്ചാൽ ഇതിന്റെ പാന് ഹിറ്റ് ആയിട്ടുണ്ട്. സോ അത്രയും ഞാൻ ഈ പ്രൊഡക്റ്റിനെ യൂസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2-3 മാസത്തില്. സോ ഇത് ഒരു വളരെ നല്ല ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇത് റിമെലിൻ്റെതാണ്. ഞാൻ ഇതിന്റെ എക്സാക്ട് പേര് സ്ക്രീനിലിടാം. സോ ദിസ് ഇസ് എ വെരി വെരി ഗുഡ് കോമ്പാക്ട് പൗഡർ. നല്ലൊരു നാച്ചുറൽ ഫിനിഷ് ആയിട്ട് നമുക്ക് മാറ്റിഫൈ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു പൗഡറാണ്. ഇതിൽ എന്റെ ഷെയ്ഡ് 006 വാം ബേജ് ആണ്. ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ആൻഡ് ഇറ്റ്സ് നോട്ട് വെരി കോസ്റ്റ്ലി ഓൾസോ. അത് കഴിഞ്ഞിട്ട് അടുത്ത എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് പ്രൊഡക്റ്റ് ആണ് ഷുഗർ കോസ്മെറ്റിക്സിന്റെ ബ്രോൺസർ. ഇത് നല്ലൊരു ബ്രോൺസർ ആണ്. ഇതിൻ്റെത് ഓൾമോസ്റ്റ് ഒരു ഡെന്റ് ആയിട്ടുണ്ട്. പാൻ ഹിറ്റ് ആയിട്ടില്ല. ബട്ട് ഇതിൽ കുറെ പ്രൊഡക്റ്റ് ഉണ്ട്. ഞാനിത് 6 months ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ബ്രഷ് കൊണ്ട് എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ബ്ലഷിന് പകരം ഞാൻ ഇതാ യൂസ് ചെയ്യല്. നിങ്ങൾ അഥവാ ബ്രോൺസർ വാങ്ങാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ വെരി ഗുഡ് സജഷൻ. നിങ്ങളുടെ സ്കിൻ ടോൺ എന്റെ സ്കിൻ ടോണിലായിട്ട് സിമിലർ ആണെങ്കിൽ 02 Woody Wonder, ദിസ് ഇസ് എ വെരി ഗുഡ് ബ്രോൺസർ. അടുത്തത് എന്റെ അൾട്ടിമേറ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള എലിഗൽ പ്രോ കൺസീലർ ആണ്. സോ ദിസ് ഇസ് എ സൂപ്പർബ് കൺസീലർ. ഇതിൽ കുറച്ചൊരു പീച്ചി അണ്ടർടോൺസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെ അണ്ടർ ഐസ് സർക്കിൾ ഉണ്ടെങ്കിൽ ആൻഡ് നിങ്ങളുടെ സ്കിൻ ടോൺ എന്റെ സ്കിൻ ടോൺ ആയിട്ട് സിമിലർ ആണെങ്കിൽ ദിസ് ഷെയ്ഡ് ഇസ് പെർഫെക്റ്റ്. ഇത് മീഡിയം ബേജ് എന്ന ഷെയ്ഡാണ്. ഈ കൺസീലർ എന്റെ സ്കിൻ ടോണിനെക്കാട്ടും ഒരു പൊടി ഡാർക്ക് ആണ്. ഞാനിത് ഡാർക്ക് സ്പോട്ട്സിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ അതിനെ ബ്ലെൻഡ് ഔട്ട് ചെയ്താലും അങ്ങനെ ഞാൻ എന്തോ അപ്ലൈ ചെയ്തു എന്ന് തോന്നില്ല. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷ് തരുന്ന ഒരു സംഭവമാണ്. ഇത് വളരെ ക്രീമി ആയിട്ടുള്ള ഒരു കൺസീലർ ആണ്. നമ്മൾ അതിനെ അപ്ലൈ ചെയ്താൽ അവിടെ ഒന്നും ഇങ്ങനെ ഉണ്ട് എന്ന് അങ്ങനെ എടുത്ത് കാണിക്കില്ല. നമുക്ക് വേണമെങ്കിൽ ലെയർ ചെയ്യാം. ആദ്യം ഒരു പ്രാവശ്യം ഇട്ടിട്ട് കൺസീൽ ചെയ്തിട്ട് ആ സ്പോട്ട് കൺസീൽ ആയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു പ്രാവശ്യം ഇട്ടിട്ട് കൺസീൽ ചെയ്യാം. ഇറ്റ് വോണ്ട് ക്ലിങ് ടു യുവർ സ്കിൻ. സോ ദാറ്റ്സ് വൈ ഇതൊരു അടിപൊളി കൺസീലർ. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ഐ പ്രോഡക്റ്റ്. സോ ഇതാ എൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി സാധനമാണിത്. ഇത് കിക്കോ മിലാനോന്റെ ബിൽഡിംഗ് ബേസ് മസ്കാരയാണ്. ഇത് ഒരു വൈറ്റ് കളർ ഒരു പ്രൈമർ പോലത്തെ സംഭവമാണ്. ഇത് ഐലാഷ് പ്രൈമർ ആണ്. എന്താ നമ്മൾ ചെയ്യുക, ഈ ബിൽഡിംഗ് ബേസ് മസ്കാരനെ നമ്മൾ ഐലാഷിൽ ഇടുന്നു ആദ്യം. ആൻഡ് അതിന് ഒരു 1-2 മിനിറ്റ് നമ്മൾ അതിന് അവിടെ തന്നെ വിടാണ്, തൊടാണ്ട് ഒന്നും ചെയ്യാണ്ട്. ആൻഡ് ദെൻ അതിന്റെ മേലെ നമ്മൾ
നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന മസ്കാര അതിന്റെ മേലെ അപ്ലൈ ചെയ്യുന്നു. നമുക്കൊരു കുറച്ചൊരു ഫാൾസ് ലാഷസ് ഇട്ട ഒരു എഫക്ട് കിട്ടും. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് എ വെരി നൈസ് ഹാക്ക്. സോ ദിസ് ഇസ് സംതിങ് ഐ എൻജോയ് യൂസിങ്. ആൻഡ് നെക്സ്റ്റ് എന്റെ 2 ഫേവറേറ്റ് ഐലൈനേഴ്സ് ആണ്. ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം മുതൽ യൂസ് ചെയ്യുന്ന ഒരു ഐലൈനർ ആണ്. ഇത് മേബിലിന്റെ കൊളോസൽ ഐലൈനർ ആണ്. ഇതിന്റെ റൈറ്റിംഗ് ഒക്കെ പോയി. ആൻഡ് നിങ്ങളിപ്പം എൻ്റെ എല്ലാ മേക്കപ്പിലും റെഡ് കളർ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ബിക്കോസ് എൻ്റെ മേക്കപ്പ് ബാഗിലെ ഒരു ബ്ലഷ് പൊട്ടി ചെതറി എല്ലാത്തിന്റെ മേലെ റെഡ് കളർ ആയിട്ട് കിടക്കുകയാണ്. സോ ദാറ്റ്സ് വൈ പ്ലീസ് ഡോണ്ട് തിങ്ക് ഞാൻ ഇതിനെ ക്ലീൻ ആയിട്ട് വെക്കുന്നില്ലാന്ന്. ഇപ്പം ഞാൻ ഒരു ട്രാവൽ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പം ചെതറി എല്ലായിടത്തും വെതറിയ സംഭവമാണിത്. സോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ട്. സോ കമ്മിങ് ബാക്ക് ടു ദി ഐലൈനർ. ഇത് മേബിലിന്റെ കൊളോസൽ ബോൾഡ് മസ്കാര ഐലൈനർ ആണ്. ആൻഡ് ഇത് ഐ തിങ്ക് 200 റുപ്പീസ് അങ്ങനെ എന്തോന്നാണ്. ഞാൻ ഒരു കൊല്ലം മുമ്പേ വാങ്ങിയതായിരുന്നു. സോ ഇത് വളരെ നല്ല ഒരു ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയ മസ്കാര ഐലൈനർ ആണ്. ആൻഡ് ഇത് തീരാനായി, അതുകൊണ്ട് ഞാൻ വേറെ ഒരു ഐലൈനർ വാങ്ങി. ഇതും മേബിലിന്റെ ഹൈപ്പർ ഗ്ലോസി ലിക്വിഡ് ലൈനർ ആണ്. ഇത് ബൈ ദ വേ ഇത് മാറ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിഞ്ഞാൽ മാറ്റ് ഫിനിഷ് ആണ് തരുന്നത്. ഇത് കുറച്ചൊരു ഗ്ലോസി ഫിനിഷ് ആണ് തരുന്നത്, പക്ഷെ അത്ര ഗ്ലോസി ഒന്നും അല്ല. സോ യു ക്യാൻ യൂസ് ഇറ്റ് ഓൺ എ ഡെയിലി ബേസിസ്. ഇതും കൈൻഡ് ഓഫ് വാട്ടർ പ്രൂഫ് തന്നെയാണ്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ സ്മഡ്ജ് ആവുന്നില്ല, വരച്ചാൽ അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ഭയങ്കര ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് എല്ലാവരും അതിനെപ്പറ്റി വളരെ നല്ലതേ കേൾക്കാനുള്ളൂ അതിനെപ്പറ്റി. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു നോ എന്താണ് ഇതിന്റെ ഹൈപ്പ് എന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് അതിന്റെ ചെറിയ മിനി വേർഷൻ വാങ്ങി നോക്കിയതായിരുന്നു. ആൻഡ് ഐ ലവ്ഡ് ഇറ്റ്. സോ ഇത് ഒരു ബെനിഫിറ്റിന്റെ 24-hour ബ്രോ സെറ്റർ എന്ന് പറഞ്ഞ ഒരു ജെല്ലാണ്. സോ ഇറ്റ് ഇസ് എ ക്ലിയർ ജെൽ. ഇതിനെ നമുക്ക് നോർമൽ ആയിട്ട് തന്നെ എടുത്തിട്ട് ഐബ്രോ ഹെയറിനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഐബ്രോ പെൻസിലിനെ കൊണ്ട് വരച്ചിട്ട് ഇതിനെ പിന്നെയും ഇട്ടിട്ട് യു ക്യാൻ സെറ്റ് ഇറ്റ്. എങ്ങനെയാച്ചാൽ യൂസ് ചെയ്യാം. സോ ഇത് എന്താണെന്ന് വെച്ചാല് നമ്മൾ എങ്ങനെയാണോ ഐബ്രോന് രാവിലെ സെറ്റ് ചെയ്ത് വെച്ചത്, ഇത് ഇട്ട് കഴിഞ്ഞാൽ അത് അതേപടി ഉണ്ടാവും. നോ ചേഞ്ച്. ഐബ്രോ അതേപോലെ ഉണ്ടാവും. ഇതെന്താക്കുക വെച്ചാല് ഐബ്രോ ഹെയറിനെ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ നമുക്ക് അതിനെ ഏത് ഡയറക്ഷനിൽ വേണോ ആ ഡയറക്ഷനിൽ വെച്ചിട്ട് നമുക്ക് അതിനെ സെറ്റ് ചെയ്യാം. സോ യു ക്യാൻ എക്സ്പെരിമെന്റ് വിത്ത് ഡിഫറെന്റ് ഐബ്രോ ലുക്സ്. ഈ ഒരു ജെല്ലോണ്ട് മാത്രം നിങ്ങൾക്ക് മെലിഞ്ഞ ഐബ്രോ ആണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം, കുറച്ചുകൂടി തടിച്ച ഐബ്രോ തോന്നിക്കണമെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് എ വെരി വേഴ്സറ്റൈൽ പ്രോഡക്റ്റ്. സോ നിങ്ങൾ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ ദ മിനി വേർഷൻ ഓഫ് ദിസ്. സോ ഇത് 1300 ആണ്, കുറച്ച് കോസ്റ്റ്ലി ആണ്, ബട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് ദ പ്രൈസ്. സോ കമ്മിങ് ടു ദി ലാസ്റ്റ് പ്രോഡക്റ്റ്, ഇറ്റ് ഈസ് വെറ്റ് ആൻഡ് വൈൽഡ് ഫോട്ടോ ഫോക്കസ് നാച്ചുറൽ ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ. ഇത് ഇറ്റ്സ് എ വെരി നൈസ് സെറ്റിംഗ് സ്പ്രേ. നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ദൂരെ നിന്ന് ഇങ്ങനെ സ്പ്രേ അടിച്ചാൽ ലൈക്ക് അത് മേക്കപ്പിനെ സെറ്റ് ചെയ്യുകയും ചെയ്യും. ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറച്ചൊരു ഡ്യൂയി ഫിനിഷും തരുന്നുണ്ട്, ഒരു ഷൈൻ ഫേസിന് തരുന്നുണ്ട്. ബട്ട് അത് ഓയിലിനെസ് ആയിട്ട് അല്ല, ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു ഷൈൻ തരുന്നുണ്ട്. ആൻഡ് ഫേസിന് അതേപോലെ ഒരു 2-3 hours എന്തായാലും നിൽക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഫൗണ്ട് ബൈ യൂസിങ് ദിസ് പ്രൊഡക്റ്റ്. ഇതിനെ ഞാൻ റീസെന്റ് ട്രാവൽ ചെയ്തിരുന്നു ഫ്ലൈറ്റില്. സോ ദാറ്റ്സ് വൈ ഇത് ടേപ്പ് ഇട്ട് പൊട്ടിയതായിരുന്നു, ലീക്ക് ആവാണ്ടിരിക്കാൻ. സോ ദാറ്റ്സ് വൈ ഈ സംഭവങ്ങൾ ഉള്ളത്. സോ ദോസ് വെർ ഓൾ ദ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് ഫേവറേറ്റ്സ് ദാറ്റ് ഐ യൂസ്. ഞാൻ കുറെ റിസർച്ച് ചെയ്തിട്ട് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വാങ്ങാറുള്ളൂ. ആൻഡ് അതിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഇനിയും കുറച്ച് ഐറ്റംസ് ഉണ്ട് വിച്ച് ഐ ഡോണ്ട് റെക്കമെൻഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഐ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ.